ഈശ്വര ചൈതന്യം ജീവാമൃതം ഈ പ്രപഞ്ചത്തിലെ സ്നേഹാമൃതം നിറയട്ടെ നിറഞ്ഞൊഴുകിയിടട്ടെ മാനവഹൃദയ തരങ്ങളിൽ എന്നും ഈശ്വര ചൈതന്യം ജീവാമൃതം. നന്ദിയാൽ നമുക്കുള്ളതെല്ലാം സ്വാർത്ഥതയില്ലാതെ സ്നേഹമോടെ നന്മകൾ നേടുവാൻ നല്ലതു ചെയ്യുവാൻ നന്മകൾ നേടുവാൻ നല്ലതു ചെയ്യുവാൻ ഈശ്വര സൃഷ്ടിയാൽ മാതൃകയാൽ ഈശ്വര സൃഷ്ടിയാൽ മാതൃകയാൽ ഈശ്വര ചൈതന്യം ജീവാമൃതം ഈ പ്രപഞ്ചത്തിലെ സ്നേഹാമൃതം നിറയട്ടെ നിറഞ്ഞൊഴുകിയിടട്ടെ മാനവഹൃദയ തലങ്ങളിൽ എന്നും ഈശ്വര ചൈതന്യം ജീവാമൃതം ഈ പ്രപഞ്ചത്തിലെ സ്നേഹാമൃതം. ഇരിങ്ങാലക്കുട ദൈവപരിപാലന ഭവനത്തിന്റെ 73ാം വാർഷികം ഉദ്ഘാടനം ചെയ്യാനായി ഇവിടെ എത്തിയിരിക്കുന്ന നമുക്കെല്ലാവർക്കും പ്രിയനായ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു, ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരിക്കുന്ന സെന്റ് തോമസ് കത്തീഡ്രൽ വികാരി ബഹുമാനപ്പെട്ട വൈസ് സർപ്പണത്തച്ഛൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആമുഖ പ്രഭാഷണം നടത്തുന്ന ഞങ്ങളുടെ സെന്റ് തോമസ് പ്രൊവിൻസിലെ പ്രൊവിൻഷ്യൽ ബഹുമാനപ്പെട്ട ജോസ് ചുങ്കത്ത്, മുഖ്യപ്രഭാഷണം നടത്താമെന്ന് ഏറ്റിരുന്ന MP ജാക്സൺ, നമ്മുടെ പ്രായമായ അപ്പച്ചന്മാരെ ആദരിക്കുന്ന ചടങ്ങാണ് നിർവഹിക്കുന്ന സോണിയഗിരി മാഡം മുനിസിപ്പൽ ചെയർപേഴ്സൺ, ആശംസ പ്രസംഗം നടത്തുന്ന അവിനാഷ് KR വിജയ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വനത്തിൽ തന്നെയും അദ്ദേഹത്തെ ഓർക്കപ്പെടുത്തി. അതോടൊപ്പം തന്നെ മാർട്ടിൻ ആലയങ്ങാടൻ, ശ്രീമതി ദിവ്യ അബീഷ് മാഡം തൃശ്ശൂർ സാമൂഹ്യ നീതി വകുപ്പ് ഓർഫനേജ് കൗൺസിലറാണ്. റിപ്പോർട്ട് അവതരിക്കുന്ന ബഹുമാനപ്പെട്ട സണ്ണി ബ്രദറെ, എല്ലാവർക്കും ഈ നല്ല ദിനത്തിന്റെ ആശംസകൾ പ്രാർത്ഥനകൾ നേരുന്നതോടൊപ്പം തന്നെ ഈ പ്രോഗ്രസ് ഫ്രറ്റേണിറ്റിയുടെ പ്രസിഡന്റായ ബഹുമാനപ്പെട്ട വിസിലേട്ടൻ 71ാം വാർഷികം ആഘോഷിക്കുന്ന അവസരത്തില് ഈ നല്ല ദിനത്തിൽ ആശംസകൾ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ നാനാജാതി മതസ്ഥരും അനാഥരും പാവപ്പെട്ടവരും വയോവൃദ്ധരുമായ അപ്പച്ചന്മാർക്കായി 1949 ആരംഭിച്ച ഈ ദൈവപരിപാലന ഭവനം അതിന്റെ 73ാമത്തെ വയസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ അവസരത്തിൽ എല്ലാ ഉപകാരി സുഹൃത്തുക്കളെയും ഞങ്ങൾ ഓർക്കുന്നു, പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന അവസരത്തിൽ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് വാർഡ് കൗൺസിലറായ ഞങ്ങളുടെ തൊട്ട അയൽവാസിയ മാർട്ടിൻ ആയിട്ടാണ് ഓഫീസിലേക്ക് കടന്നു ചെന്നത്. ഇന്ന് ഈ 73ാം വാർഷികം ആഘോഷിക്കാമെന്ന് പറയുക അല്പം ധ്യാനം വഹിക്കുമെങ്കിലും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നമ്മുടെ ആർ ബിന്ദു ടീച്ചർ, ഡോക്ടർ ആർ ബിന്ദു ഇവിടെ വന്നു. വളരെ സന്തോഷമുണ്ട് ഈ അപ്പച്ചന്മാരുടെ ഈ വാർഷികാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ എത്തിയതിൽ. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് തന്നെ ഞങ്ങളോട് ഇവിടെ വോട്ട് ചെയ്യണമെന്നൊക്കെ ആവശ്യപ്പെടുകയും വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുകയും ചെയ്ത ആർ ബിന്ദുവിനെ ഒരുപാട് സ്നേഹത്തോടെ ഇവിടെ ആയിരിക്കുന്ന നിങ്ങളെല്ലാവരുടെയും പേരില് നമ്മുടെ ഇന്നത്തെ വാർഷിക ആഘോഷം ഉദ്ഘാടനം ചെയ്യാനായിട്ട് ആർ ബിന്ദു ടീച്ചറെ ഒരുപാട് സ്നേഹത്തോടു കൂടിയിട്ട് ഞാൻ ഈ അവസരത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഇന്നത്തെ സമ്മേളനത്തിൽ അധ്യക്ഷനായി ബഹുമാനപ്പെട്ട കത്തീഡ്രൽ വികാരി വൈസ് സർപ്പണത്തച്ഛനാണ്. അച്ഛൻ ഞങ്ങൾക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും തരികയും ഇടയ്ക്ക് ഇവിടെ വരികയും ഞങ്ങൾക്ക് വേണ്ട എല്ലാവിധ സഹായങ്ങളും ചെയ്യുന്ന ബഹുമാനപ്പെട്ട ഈ അവസരത്തിൽ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ അവസരത്തിൽ ആമുഖ പ്രസംഗത്തിനായി ഒരുപാട് സ്നേഹത്തോടു കൂടിയിട്ട് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. മുഖ്യപ്രഭാഷണം നടത്തുന്ന ബഹുമാനപ്പെട്ട MP ജാക്സൺ ചേട്ടൻ,
മാമ്പള്ളി KIC ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടറാണ്. അദ്ദേഹം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്ഥാപനത്തിലേക്ക് സോളാർ പാനൽ, വാട്ടർ ഹീറ്റർ, അങ്ങനെ പലതരത്തിലുള്ള സഹായങ്ങളൊക്കെ തരികയും എല്ലാവിധ പ്രോത്സാഹനവും ചെയ്യുന്ന ജാക്സൺ സാറിനെ പ്രത്യേകമായി ഓർക്കുന്നു. അദ്ദേഹത്തെ ഈ അവസരത്തില് ഞാൻ സാന്നിധ്യത്തില് സ്വാഗതം ചെയ്യുകയാണ്. പ്രായമായവരെ ആദരിക്കുന്നത് നമ്മുടെ ഇരിങ്ങാലക്കുട മുനിസിപ്പൽ ചെയർപേഴ്സൺ സോണിയാഗിരി മാഡമാണ്. ഇവിടെയുള്ള അപ്പച്ചന്മാരൊത്ത് പലപ്പോഴും പിക്നിക്ക് പോവുകയും അങ്ങനെ ഈ സ്ഥാപനത്തിലെ ഒരു സ്വന്തം മകളെ പോലെയാണ് മുനിസിപ്പൽ ചെയർപേഴ്സൺ സോണിയാഗിരി. പലപ്പോഴും ഞങ്ങൾക്ക് മുനിസിപ്പൽ ഓഫീസുമായി എല്ലാ ആവശ്യങ്ങൾ ചെല്ലുമ്പോൾ പെട്ടെന്ന് സാധിച്ചു തരികയും ചെയ്യുന്ന സോണിയാഗിരി മാഡത്തെ എല്ലാവരുടെയും പേരിൽ പ്രത്യേകമായി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നവരോട് ഡേവിസ് മാലിക്കലച്ചൻ എല്ലാ ദിവസവും ഞങ്ങൾക്ക് വേണ്ടി ദിവ്യബലി അർപ്പിക്കുകയും അതോടൊപ്പം തന്നെ എല്ലാ ദിവസവും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന ഡേവിസ് അച്ഛനെയും ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകമായി സ്വാഗതം ചെയ്യുകയാണ്. ആശംസ പ്രസംഗം നടത്തുന്ന അവിനാഷ് OS 22ാം വാർഡ് കൗൺസിലർ, മാർട്ടിൻ ആലയങ്ങാട്ട്, അതുപോലെ തന്നെ KR വിജയ, വിൻസെന്റ് ചക്കാലിക്ക് ഫ്രറ്റേണിറ്റി പ്രസിഡന്റ്, നന്ദി പ്രകാശിപ്പിക്കുന്ന ട്രീസ മാഡം, റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന ഈ സ്ഥാപനത്തിന്റെ അസിസ്റ്റന്റ് സുപ്പീരിയർ മാനേജറുമായ ഇവരുടെ സന്ദീപ്, എല്ലാവരെയും ഞാൻ പ്രത്യേകമായി സ്വാഗതം ചെയ്യുകയാണ്. 71ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് ഇന്ന് രാവിലെ അഭിമന്യ പിതാവ് ഇവിടെ വന്ന് ദിവ്യബലി അർപ്പിക്കുകയുണ്ടായി. പ്രത്യേകം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയുണ്ടായി. പിതാവിനെയും ഈ അവസരത്തിൽ ഓർക്കുന്നു. നിങ്ങളുടെ സുപ്പീരിയർ ജനറൽ ബാസ്റ്റ് ബ്രദർ ഇവിടെ എത്തിയിരുന്നു, അദ്ദേഹത്തെയും ഓർക്കുന്നു. ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവരെയും ഈ അവസരത്തില് പ്രത്യേകമായിട്ട് ഞാൻ സ്വാഗതം ചെയ്യാൻ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വലിയ വാക്കുകളിൽ ഉപസംഹരിക്കുന്നു. നന്ദി. ദൈവപരിപാലന ഭവനത്തിന്റെ 73ാം വാർഷിക ആഘോഷം ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഇവിടെ സന്നിഹിതയായിരിക്കുന്ന ആരാധ്യയായ ഡോക്ടർ R. ബിന്ദു, ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി, ഈ യോഗത്തിന്റെ അധ്യക്ഷനായിരിക്കുന്ന ഈ സ്ഥാപനത്തിന് താങ്ങും തണലുമായി സ്വാഗത പ്രസംഗകൻ പറഞ്ഞതുപോലെ ഒരു പിതൃസ്ഥാനത്ത് നിന്നുകൊണ്ട് ഈ സ്ഥാപനത്തിനെ സ്നേഹിക്കുന്ന പെരിയ ബഹുമാനപ്പെട്ട പയസ് ചെർപ്പണത്തച്ച, പ്രായമായ അപ്പച്ചന്മാരെ ആദരിക്കുന്ന ഇരിങ്ങാലക്കുടയുടെ ചെയർപേഴ്സൺ ശ്രീമതി സോണിയാഗിരി, അനുഗ്രഹ പ്രഭാഷണം നടത്തുന്ന ബഹുമാനപ്പെട്ട ഡേവിസ് മാളിയേക്കലച്ച, ആശംസകൾ പറയുന്ന ബഹുമാനപ്പെട്ട അവിനാഷ് OS, ശ്രീമതി ദിവ്യ അഭിലാഷ്, ഫ്രറ്റേണിറ്റി പ്രസിഡന്റ് ശ്രീ വിൻസെന്റ് ചക്കാലക്കൽ, സെക്രട്ടറി ശ്രീമതി ട്രീസ ജോൺ, ഈ ഭവനത്തിന്റെ മാനേജറും സുപ്പീരിയറുമായ ബ്രദർ ഗിൽബർട്ട്, ഞങ്ങളുടെ സന്യാസ സമൂഹത്തിലെ ഏറ്റവും പ്രായം ചെന്ന 97ന്റെ ചെറുപ്പത്തിൽ നടക്കുന്ന ബ്രദർ ഗബ്രിയേൽ, ഫ്രാൻസിസ്കൻ താരിസ്റ്റ് സന്യാസിനി സമൂഹത്തിന്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ബഹുമാനപ്പെട്ട സിസ്റ്റർ ലില്ലി മരിയ, CMC സമരിറ്റൻ ചാരിറ്റി കോൺഗ്രിഗേഷനുകളിലെ ബഹുമാനപ്പെട്ട സഹോദരിമാരെ, ഞങ്ങളുടെ വ്യത്യസ്ത ഭവനങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ബ്രദേഴ്സ്, പ്രിയപ്പെട്ട അപ്പച്ചന്മാരെ, ഈ അപ്പച്ചന്മാരെ കണ്ണിലെ കൃഷ്ണമണി പോലെ സ്നേഹിക്കുകയും അവർക്ക് വേണ്ട ശുശ്രൂഷ ചെയ്യുന്ന ഇരിഞ്ഞാലക്കുടയുടെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സാധാരണ ഒരു പൊതുയോഗത്തിൽ ഇല്ലാത്ത ഒരു വിഷയമാണ് ഒരു ആമുഖ പ്രസംഗം എന്ന് പറയുന്നത്. ഉദ്ഘാടനം, അധ്യക്ഷ പ്രസംഗം, അങ്ങനെയൊക്കെയാണ് അതിന്റെ ഘടനകൾ. എന്നോട് ഗിൽബർട്ട് ബ്രദർ എന്ന് പറഞ്ഞപ്പോൾ എന്താണ് ഈ ആമുഖ പ്രസംഗത്തിന്റെ ആവശ്യകത എന്ന് ചോദിച്ചപ്പോൾ ഇവിടെ വരുന്ന പലർക്കും ആരാണ് MMP, എന്താണ് MMPയുടെ പ്രേക്ഷിത മേഖലകള് എന്ന് പരിചയപ്പെടുത്തിയാൽ നന്നായിരിക്കുമെന്ന് ഇവിടെയുള്ള ഫ്രറ്റേണിറ്റിക്കാർ ആവശ്യപ്പെട്ടു എന്നാണ് എന്നോട് പറഞ്ഞത്. ഏതായാലും ഈ ഫ്രറ്റേണിറ്റി സഹോദരങ്ങള് ഞങ്ങളുടെ ഈ സ്ഥാപനത്തെ വളരെയേറെ സ്നേഹിച്ചു വളർത്തുന്നതുകൊണ്ട് അവരുടെ ആ ആവശ്യം പരിഗണിച്ച് ആരാണ് MMP, എന്താണ് MMPയുടെ പ്രേക്ഷിത മേഖല എന്ന് ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനൊരു കാരണമുണ്ട്, എനിക്ക് പറയാൻ ഒരുപാടുണ്ടെങ്കിലും ബഹുമാനപ്പെട്ട മന്ത്രി പറയുകയുണ്ടായി,
പോകാൻ തിരക്കുള്ളത് കൊണ്ട് റിപ്പോർട്ട് വായന പിന്നീട് മതി എന്ന് പറയുണ്ടായതുകൊണ്ട് അതിനാൽ തന്നെ ആമുഖ പ്രസംഗവും കുറയ്ക്കണമെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി എനിക്കുള്ളത് കൊണ്ട് ഞാൻ ഏറ്റവും ചുരുക്കത്തിൽ അത് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, 1948 തുടങ്ങിയ തൃശൂർ അതിരൂപതയിൽ തുടങ്ങിയ ഇരിഞ്ഞാലക്കുടയുടെ പ്രിയങ്കരനായ മോൺസിഞ്ഞോർ സക്രിയാസ് വാഴപ്പള്ളി അച്ഛനാൽ രൂപം കൊണ്ടതാണ് മലബാർ മിഷണറി ബ്രദേഴ്സ്. 75 വർഷമായി ഞങ്ങളുടെ സന്യാസ സമൂഹം തുടങ്ങിയിട്ട് അതിന്റെ ജൂബിലി വർഷത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുകയാണ് ഈ പെന്തക്കോസ്താ തിരുനാളിൽ. ഞങ്ങളുടെ സഭ തുടങ്ങിയിട്ട് 2 വർഷം കഴിഞ്ഞപ്പോൾ അന്ന് സന്യാസ ജീവിതം ആഗ്രഹിച്ചു വന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരന്മാരെ കൊണ്ട് അന്നത്തെ ഞങ്ങളുടെ സക്രിയാസച്ചൻ തുടങ്ങി വെച്ചതാണ് ഈ ദൈവപരിപാലന ഭവനം. അതുകൊണ്ട് തന്നെ ഇത് അതിന്റെ ഞങ്ങളുടെ സഭയുടെ 75-ാം വർഷമാകുമ്പോൾ ഈ സ്ഥാപനത്തിന്റെ 73-ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് MMB വളർന്ന് വികസിച്ച് 2 പ്രോവിൻസുകളായി പ്രവർത്തിക്കുന്നു. കേരളം, തമിഴ്നാട്, ആന്ധ്ര, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് സെന്റ് തോമസ് പ്രോവിൻസും മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഉത്തരാഞ്ചൽ, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ഉത്തരാഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് അസീസി പ്രോവിൻസും 2000-ൽ നിലവിൽ വന്നു. സെന്റ് തോമസ് പ്രോവിൻസിന്റെ കീഴിലാണ് ഈ ഭവനം ഇപ്പോൾ ആയിരിക്കുന്നത്. സെന്റ് തോമസ് പ്രോവിൻസിന്റെ കീഴിലായിരിക്കുമ്പോൾ തന്നെ കേരളം, തമിഴ്നാട്, ആന്ധ്ര, കർണാടകയൊക്കെ ആയിട്ട് 17ഓളം ചാരിറ്റി സ്ഥാപനങ്ങൾ തന്നെ ഞങ്ങൾ നടത്തുന്നുണ്ട്. പ്രായമായ അപ്പച്ചന്മാർക്ക് വേണ്ടിയും രോഗികളായിട്ടുള്ള പാലിയേറ്റീവ് കെയറുമായിട്ടും വികലാംഗർക്ക് വേണ്ടിയും ബുദ്ധിമാന്യം സംഭവിച്ചവർക്ക് വേണ്ടിയും ഒക്കെയായിട്ട് സമൂഹത്തിന് അവശത അനുഭവിക്കുന്നവരെ പ്രത്യേകം പരിഗണിച്ചുകൊണ്ട് 17 സ്ഥാപനങ്ങൾ ഞങ്ങൾ നടത്തി വരുന്നു. കൊറോണയ്ക്ക് മുൻപ് ഞങ്ങളുടെ എല്ലാ സ്ഥാപനങ്ങളിലും 17 സ്ഥാപനങ്ങളിലായി 1280 പേരെ ഞങ്ങൾ ഭക്ഷണവും താമസവും മറ്റു സൗകര്യങ്ങളും കൊടുത്ത് പരിപാലിച്ചു വന്നു. കൊറോണയുടെ കാലത്ത് അതല്പം കുറയുകയുണ്ടായി. ഇപ്പോഴും ആ കുറവിൽ തന്നെ മുഴുവൻ പഴയതുപോലെ ആയിട്ടില്ല. MMB സമൂഹത്തിലെ ഒരാളും തന്നെ ഗവൺമെന്റ് തലത്തിലോ പ്രൈവറ്റ് തലത്തിലോ ജോലി ചെയ്ത് സമ്പാദ്യം ഉണ്ടാക്കുന്നവരല്ല. ഞങ്ങളുടെ ഒരു സ്ഥാപനത്തിലും ഒരു വ്യക്തിക്കും ഫീസ് വാങ്ങിയിട്ടല്ല ഞങ്ങൾ സ്വീകരിക്കുന്നത്. അർഹരായിട്ടുള്ളവരെ അത് ഗവൺമെന്റ് ലെവലിലായാലും സഭാപരമായാലും പരിചരിക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും അത് നടത്തിക്കൊണ്ടുവരുന്നു. കഴിഞ്ഞ 2 വർഷം മുൻപ് JJ ആക്ട് മൂലം ഞങ്ങളുടെ 5 സ്ഥാപനങ്ങൾ നിർത്തേണ്ടി വന്നിട്ടുണ്ട്. അതിലൂടെ ഏകദേശം 600ഓളം കുഞ്ഞുങ്ങളുടെ ജീവിത നിലവാരം ഒരു പരിധിവരെ ഇല്ലാതായി എന്ന് പറയുന്നതിൽ എനിക്ക് സങ്കടവുമുണ്ട്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് MMB മുന്നോട്ട് പോകുന്നത്. ഞങ്ങളുടെ ഈ സഹോദരന്മാരെ സ്നേഹിക്കാൻ, ഞങ്ങളുടെ ഈ അപ്പച്ചന്മാരെ ആദരിക്കാൻ നിങ്ങൾ കാണിക്കുന്ന ഈ വലിയ സ്നേഹത്തിന് ഞാൻ ഹൃദയപൂർവ്വം നന്ദി പറയുകയാണ്. ബത്തേരി പ്രദേശത്തെ പുളിയാൻമാക്കൽ സെബാസ്റ്റ്യൻ ചേട്ടൻ അദ്ദേഹം തന്റെ അപ്പന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഒരു അനാഥ ഭവനം, വൃദ്ധരെ പരിചാരിക്കുന്ന ഒരു ഭവനം തുടങ്ങാൻ വേണ്ടി 20 കൊല്ലം മുൻപ് ഏകദേശം 1 കോടി രൂപ ചെലവിൽ ഒരു കെട്ടിടം പണിതു. അദ്ദേഹം ഒരുപാട് സന്യാസ സമൂഹങ്ങളെ സമീപിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ ബഹുമാനപ്പെട്ട ബ്രദർ പ്രാവിയനെ സെബാസ്റ്റ്യൻ ചേട്ടൻ പരിചയപ്പെടുന്നത്. പ്രാവിയൻ ബ്രദർ ഞങ്ങളുടെ ഈ സ്ഥാപനത്തെ പറ്റി പറഞ്ഞപ്പോൾ ഞങ്ങളുടെ 10ഓളം സ്ഥാപനങ്ങൾ സെബാസ്റ്റ്യൻ ചേട്ടൻ സന്ദർശിക്കുകയുണ്ടായി. അന്ന് അദ്ദേഹത്തിന് തോന്നിയ ഇരിഞ്ഞാലക്കുടയിലെ ഈ പ്രവർത്തനം കണ്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, എന്റെ സ്ഥാപനം ഇതുപോലെ പ്രവർത്തിച്ചാൽ മതി. അദ്ദേഹം 2 ഏക്കർ സ്ഥലവും അന്നത്തെ ആ 1 കോടി രൂപ വിലയുള്ള കെട്ടിടവും യാതൊരു കണ്ടീഷനും കൂടാതെ MMBക്ക് എഴുതി തന്നു. ഇന്ന് അവിടെ 100 കണക്കിന് അപ്പച്ചന്മാര് അഭയം പ്രാപിച്ചിരിക്കുന്നു. ഞാൻ ഇരിഞ്ഞാലക്കുടക്കാരെ അഭിനന്ദിക്കുകയാണ്. നിങ്ങളുടെ സഹകരണം കൊണ്ട്
നിങ്ങൾ ഈ സ്ഥാപനത്തെ സ്നേഹിച്ചത് കണ്ടുകൊണ്ടാണ് സെബാസ്റ്റ്യൻ ചേട്ടന് ഇത്തരത്തിലുള്ളൊരു സ്ഥാപനം മതി എന്റേത് എന്ന് പറയാനായിട്ട് കാരണമായത്. ഞങ്ങളുടെ MMPയുടെ ഏതൊരു സ്ഥാപനത്തിന്റെ വിജയവും ആ സ്ഥാപനത്തോട് ചേർന്ന് നിൽക്കുന്ന സഹോദരി സഹോദരന്മാരുടെ നാട്ടുകാരുടെ സ്നേഹവും കരുണയുമാണ്. ഈ അവസരത്തില് നിങ്ങൾ എല്ലാവരോടും ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുന്നതോടൊപ്പം ഈ സ്ഥാപനത്തെ സ്നേഹിക്കുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന, വളർത്തുന്ന നിങ്ങൾ എല്ലാവരെയും, പ്രത്യേകിച്ച് CMI സന്യാസ സമൂഹം, ഇവിടെ CMI സുപ്പീരിയർ അച്ഛനും അതുപോലെ ഒരേപ്പറമ്പിൽ അച്ഛനൊക്കെ ഉണ്ട്, ക്ലാരിസ്റ്റ് സന്യാസി സമൂഹം, ഈ പരിസരത്തുള്ള CMC, സമരിക്കൻ, മർത്ത, ചാരിറ്റി തുടങ്ങി എല്ലാ സന്യാസ സമൂഹങ്ങളും ഈ സമൂഹത്തെ സപ്പോർട്ട് ചെയ്യുന്നു. ഇവിടെ കൊറോണ അപ്പച്ചന്മാർക്ക് വന്നപ്പോൾ CMC സമൂഹവും ക്ലാരിസ്റ്റ് സമൂഹവും അവരുടെ സിസ്റ്റേഴ്സിനെ വിട്ടുനിന്ന് ശുശ്രൂഷ ചെയ്യുകയുണ്ടായി. പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങളോട് നന്ദി പറയാനായിട്ട് ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഈ സ്ഥാപനത്തിന് വേണ്ടി ഇത്രയും സമയം കണ്ടെത്താൻ സന്മനസ് കാണിക്കുന്ന ആദരണീയയായിട്ടുള്ള ബഹുമാനപ്പെട്ട ഡോക്ടർ ആർ ബിന്ദു മന്ത്രിയോട് ഈ സ്ഥാപനത്തിന്റെ പേരുള്ള വലിയ കടപ്പാട് അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. യോഗാധ്യക്ഷൻ വെരി റവറൻ ഫാദർ പയസ് ചെറുപ്പണത്ത്, ആമുഖ പ്രസംഗം നിർവഹിച്ച വെരി റവറൻ ബ്രദർ ജോസ് ചുങ്കത്ത്, സ്വാഗതം ആശംസിച്ച റവറൻ ബ്രദർ ഗിൽബർട്ട് ഡശ്ശേരി, വേദിയിൽ സന്നിഹിതയായിട്ടുള്ള ബഹുമാന്യയായ നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി സോണിയാഗിരി, അനുഗ്രഹ പ്രഭാഷണം നിർവഹിക്കുന്ന റവറൻ ഫാദർ ഡേവിസ് മാളിയേക്കൽ, ആശംസാ പ്രസംഗം നിർവഹിക്കുന്ന ബഹുമാന്യരെ, വേദിയിലും സദസ്സിലുമുള്ള മറ്റ് ബഹുമാന്യരെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സ്നേഹം നിറഞ്ഞ ഇവിടെ താമസിച്ചു പോരുന്ന അച്ഛന്മാരെ, ഈ സ്ഥാപനത്തിന്റെ 73ാം വാർഷികത്തിന്റെ ഭാഗമായിട്ട് നമ്മളേവരും ഇവിടെ ഒത്തുചേരുമ്പോൾ 73 വർഷങ്ങളായി നമ്മുടെ സമൂഹത്തിലെ പരിത്യക്തരായ ഒട്ടേറെ പേർക്ക് താങ്ങും തണലുമായി നിന്ന ഒരു വടവൃക്ഷം തന്നെയായിരുന്നു ഇത് എന്ന് ഏറ്റവും നന്ദിപൂർവം സ്നേഹപൂർവം അനുസ്മരിക്കുകയാണ്. ഞാൻ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുമ്പോൾ ഈ സ്ഥാപനത്തിലേക്ക് ഓരോ പ്രത്യേക വിശേഷ അവസരങ്ങളിൽ ടിന്നുകളിൽ ബിസ്ക്കറ്റും ബ്രെഡും ഒക്കെ ആയിട്ട് വന്നിരുന്നത് ഇപ്പോൾ ഓർക്കുകയാണ്. അന്നും ഇവിടെ പ്രായം ചെന്ന കുറെ ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അവരൊക്കെ നമ്മെ വിട്ടു പിരിഞ്ഞിട്ടുണ്ടാകും. നമ്മുടെ ഇന്നത്തെ സമൂഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഉപയോഗിക്കൂ, വലിച്ചെറിയൂ എന്ന് ആഹ്വാനം ചെയ്തിരുന്ന ഡിസ്പോസിബിൾ സംസ്കാരമാണ്. ചായ കുടിച്ചാൽ ഗ്ലാസ് വലിച്ചെറിയുക, വെള്ളം കുടിച്ചാൽ കുപ്പി വലിച്ചെറിയുക. അതുപോലെ മനുഷ്യരെ ഏറ്റവും അധ്വാനശേഷിയുള്ള സമയത്ത് അങ്ങേയറ്റം ഉപയോഗിക്കുകയും അതിനുശേഷം ഓറഞ്ചൊക്കെ തിന്ന് അല്ലി വലിച്ചെറിയുന്ന ആ ലാഘവത്തോടെ ആ ജ്യൂസ് വലിച്ചു ഊറ്റി കുടിച്ച് അല്ലിയും തൊണ്ടും ഒക്കെ വലിച്ചെറിയുന്നത് പോലെ മനുഷ്യരെ വലിച്ചെറിയുന്ന ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് മുതിർന്ന പൗരന്മാർക്കും രക്ഷിതാക്കൾക്കും ക്ഷേമം ഉറപ്പുവരുത്തുന്ന ഒരു നിയമം പാസാക്കപ്പെട്ടിട്ടുണ്ട്. 2007 തന്നെ അത്തരമൊരു നിയമം നിലവിൽ വന്നിട്ടുള്ള രാജ്യമാണ് നമ്മുടേത്. പക്ഷേ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഇതിന്റെ ചുമതലയുള്ള ഒരു മന്ത്രി എന്നുള്ള നിലയിൽ നിരവധി വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ എല്ലാ ജില്ലകളിലും മെയിന്റനൻസ് ട്രിബ്യൂണലുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മുതിർന്ന പൗരന്മാർക്ക് എന്തെങ്കിലും വിധത്തിലുള്ള വിഷമാവസ്ഥകൾ ഉണ്ടാകുമ്പോൾ അവർക്ക് പരാതിപ്പെടാനുള്ള കേന്ദ്രങ്ങളാണ് RDOമാരുടെ നേതൃത്വത്തിലുള്ള മെയിന്റനൻസ് ട്രിബ്യൂണലുകൾ. എല്ലാ റവന്യൂ ഡിവിഷനുകളിലും അത് പ്രവർത്തിക്കുന്നുണ്ട്. ഈ റവന്യൂ ഡിവിഷനുകളിൽ വരുന്ന പരാതികൾ ഒന്ന് കണ്ണോടിച്ചാൽ വളരെ വേദനിപ്പിക്കുന്ന അനുഭവമായിരിക്കും അത്. വരുന്ന പരാതികൾക്ക് മുഴുവൻ തീർപ്പ് കൽപ്പിക്കാൻ വളരെ പ്രയാസം എന്ന രീതിയിൽ അത്രയധികം പരാതികൾ പ്രതിദിനം അവർക്ക് ലഭിക്കുന്നുണ്ട്.
ഈ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് മുതിർന്ന പൗരന്മാർക്ക് വേണ്ട ക്ഷേമവും അവർക്ക് വേണ്ട എല്ലാ പിന്തുണാ സൗകര്യങ്ങളും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി സാമൂഹ്യനീതി വകുപ്പ് ആത്മാർത്ഥമായ പരിശ്രമം തന്നെ നടത്തുന്നുണ്ട്. നമുക്ക് ഗവൺമെന്റ് ഹോമുകളുണ്ട്, പക്ഷേ അതിനേക്കാളേറെ സന്നദ്ധ സംഘടനകൾ നടത്തുന്ന ഹോമുകളാണുള്ളത്. ഒരു കാര്യം വളരെ സന്തോഷത്തോടെ തന്നെ ഞാൻ ഈ വേദിയിൽ സൂചിപ്പിക്കുകയാണ്. പരിത്യക്തരായവരെ, ഉപേക്ഷിക്കപ്പെട്ടവരെ, ഒറ്റപ്പെട്ടു പോയവരെ ഏറ്റെടുത്ത് സംരക്ഷിക്കുന്നതിന് ക്രൈസ്തവ സഭയും വിവിധ സന്യാസ സമൂഹങ്ങളും കാഴ്ചവെക്കുന്ന ത്യാഗപൂർണമായിട്ടുള്ള മനോഭാവത്തിന്, ഇടപെടലുകൾക്ക് ഇന്ന് ഞാൻ അവർക്കെല്ലാവർക്കും വേണ്ടി ഈ വേദിയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഭദ്രമായ രീതിയിൽ തന്നെ ഇത്തരം ജനങ്ങളെ ആകെ ഏറ്റെടുക്കാൻ, പ്രത്യേകിച്ച് നമ്മുടെ സിസ്റ്റേഴ്സൊക്കെ ശാരീരികവും മാനസികവുമായ വെല്ലുവിളികൾ നേരിടുന്ന സഹോദരങ്ങളെയൊക്കെ സമർപ്പണ ബുദ്ധിയോടുകൂടി ശുശ്രൂഷിക്കുന്നത് കാണുമ്പോൾ വളരെ ബഹുമാനം തോന്നാറുണ്ട്. സർക്കാർ ഗ്രാന്റുകൾ അവർക്ക് ലഭ്യമാകുന്നുണ്ടെങ്കിലും ആ ഗ്രാന്റുകളെക്കാൾ ഒട്ടനവധി സേവനങ്ങൾ ഈ ഭവനങ്ങളിൽ നൽകി പോരുന്നു എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസകരമാണ്. ഈ അവസരത്തിൽ ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാ അച്ഛന്മാർക്കും ഒരു മകളുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ ആശംസകൾ അർപ്പിക്കുകയാണ്. ആരും ഈ ലോകത്ത് ഒറ്റയല്ല, നമ്മളെല്ലാവരും ഒപ്പമുണ്ട്, ആരും തനിച്ചല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്ത് വിഷമമുണ്ടെങ്കിലും അത് മകളെപ്പോലെ നിങ്ങൾക്ക് പറയാവുന്ന ഒരാളും കൂടി ഉണ്ടായിട്ടുണ്ട്, നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് മാത്രം ഞാൻ ഈ അവസരത്തിൽ പറയുന്നു. കൂടുതൽ പറയുന്നില്ല. അച്ഛനും അമ്മയും ഇല്ലാണ്ടാവുമ്പോഴുള്ള വിഷമം എനിക്ക് നല്ലോണം അനുഭവപ്പെടുന്നുണ്ട്. തീർച്ചയായും ഞങ്ങളെല്ലാവരും നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് സ്നേഹപൂർവ്വം അറിയിക്കുന്നു. Happy Feast Day, Farewell. Happy Feast Day, Farewell. Happy Feast Day, Farewell. സ്വാഗതം ആശംസിച്ച സുപ്പീരിയറായ ബ്രദർ ഗിൽബർട്ട്, ആമുഖ പ്രസംഗം നടത്തിയ ബ്രദർ ജോസ് തുങ്കത്ത് പ്രൊവിൻഷ്യൽ, ഇരിഞ്ഞാലക്കുട നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി സോണിയാഗിരി, വേദിയിലെ മറ്റ് വിശിഷ്ട വ്യക്തികളെ, സദസ്സിലുള്ള സഹോദരി സഹോദരന്മാരെ, ആദ്യം തന്നെ 71ാം വാർഷികം ആഘോഷിക്കുന്ന ഈ സ്ഥാപനത്തിന്, പ്രോവിഡൻസ് ഹൗസിന് ഞാൻ ഏറെ സന്തോഷത്തോടുകൂടെ അഭിമാനത്തോടുകൂടെ ഇതിന്റെ എല്ലാ മംഗളങ്ങളും ആശംസിക്കുന്നു. കൂടാതെ ഇന്ന് ഫീസ്റ്റ് ആഘോഷിക്കുന്ന നമ്മുടെ ബ്രദർ ജോസ് തുങ്കത്ത് പ്രൊവിൻഷ്യാലിനും ഞാൻ ഫീസ്റ്റിന്റെ മംഗളങ്ങൾ സ്നേഹത്തോടുകൂടെ ആശംസിക്കുന്നു. നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ 4 വർഷങ്ങൾക്ക് മുമ്പ് വത്തിക്കാൻ സ്ക്വയറിലൂടെ വാഹനത്തിന് ജനങ്ങളെ കണ്ടു പോകുമ്പോൾ ഒരു അറ്റത്തെത്തിയപ്പോൾ അവിടെ വളരെ അകലെയായിട്ട് ഒരു മനുഷ്യനെ കണ്ട് അയാളെ അടുത്തേക്ക് വിളിച്ചിട്ട് വരാൻ പഠിച്ചപ്പോൾ മാർപ്പാപ്പ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ആളുടെ അടുത്തേക്ക് ചെന്നു. ഈ മനുഷ്യനെ പത്രക്കാരുടെ പേര് ഓടിച്ചെന്ന് ഫോട്ടോ എടുക്കാൻ നോക്കി. വളരെ വിരൂപനായ ഒരു മനുഷ്യൻ, വൈരൂപ്യം നിറഞ്ഞ മുഖത്ത് നോക്കിയാൽ കണ്ട പേടിക്കുന്ന ഒരു മനുഷ്യൻ. ആ രൂപത്തിലായിരിക്കുന്ന ഒരാളാണ്, ആളുകൾ കാണാതെ മാറി നിൽക്കുന്ന ഒരാളെയാണ് മാർപ്പാപ്പ അന്വേഷിച്ചിരുന്നത്. മാർപ്പാപ്പ ആ മനുഷ്യൻ കെട്ടിപ്പിടിച്ചു. അയാൾക്കും ഒരു സന്തോഷമായി കരഞ്ഞുകൊണ്ട് അദ്ദേഹം മാർപ്പാപ്പയുടെ സാന്നിധ്യം ആ കെട്ടിപ്പിടിക്കുന്നത് അനുഭവിച്ച് ആസ്വദിച്ചു. കണ്ടുനിന്ന പത്രക്കാരൻ ലോകം മുഴുവൻ എത്തിച്ചു. ആ സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയുമായ ആ പ്രവൃത്തി കണ്ടപ്പോൾ ലോകം മുഴുവൻ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിത്തരിച്ചുപോയി. ഇതുപോലെയുള്ള സ്നേഹമല്ലേ ഇന്ന് ലോകം കൊതിക്കുന്നത് എന്ന്
പല പത്രങ്ങളിലും മീഡിയകളിലൊക്കെ അന്ന് ചോദിക്കുകയുണ്ടായി. അതെ, മദർ തെരേസ പറയുണ്ടായിരുന്നു, ഇന്ന് സ്നേഹദാരിദ്ര്യമാണ് ലോകത്തിന് ഏറ്റവും വലിയ ഒരു ദാരിദ്ര്യം, സ്നേഹത്തിന്റെ ദാരിദ്ര്യം. അപ്പൊ ഇങ്ങനെയുള്ള സ്നേഹത്തിന്റെ വലിയ പ്രവൃത്തികള് നമുക്ക് ചുറ്റും കാണാനായിട്ട് സാധിക്കും. പത്രങ്ങളും മീഡിയകളൊക്കെ ഇതുപോലത്തെ പല സംഭവങ്ങളും പറഞ്ഞ് നമ്മൾ കേൾക്കാറുണ്ട്, വായിക്കാറുണ്ട്, മനസ്സിലാക്കാറുണ്ട്. പക്ഷേ ഒരു വൈരുദ്ധ്യമുണ്ട്. എന്തുകൊണ്ടാണ് വീടുകളിൽ ഈ സ്നേഹം മാതാപിതാക്കൾക്ക്, പ്രായമേറിയ മാതാപിതാക്കന്മാർക്ക് മക്കളിൽ നിന്ന് ഈ സ്നേഹം കിട്ടാത്ത എന്തുകൊണ്ടാണ് മക്കള് മാതാപിതാക്കന്മാരെ വലിച്ചെറിയുന്നത്? അപ്പോൾ ഒരു വശത്ത് ഇതുപോലെ സ്നേഹപ്രകടനങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിലും ആ സ്നേഹം കൊടുക്കാൻ കടപ്പെട്ട മക്കള് മാതാപിതാക്കന്മാരെ സ്നേഹം സ്വീകരിച്ചിട്ട് മടക്കി കൊടുക്കാൻ കടമുള്ളവരെ മക്കള്, ആ മക്കള് കൊടുക്കാൻ മടിക്കുന്നു, കൊടുക്കുന്നില്ല. എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുള്ളത് നാം സമൂഹത്തിൽ ചിന്തിക്കേണ്ടതാണ്. അങ്ങനെയുള്ളിടത്താണ് ഈ സ്ഥാപനത്തിന്റെ പ്രസക്തി. അപ്പൊ അങ്ങനെയുള്ള ഈ സ്നേഹദാരിദ്ര്യം അനുഭവപ്പെടുന്ന, ഈ ഷോയ്ക്ക് വേണ്ടി, പ്രകടനത്തിന് വേണ്ടി സ്നേഹം കാണിക്കാത്ത, ഇതുപോലെ ഉപേക്ഷിക്കപ്പെട്ടവരെ തെരഞ്ഞു തേടി കണ്ടെത്തി സംരക്ഷിക്കുന്ന, സ്നേഹം കൊടുക്കുന്ന ഇതുപോലെ സ്ഥാപനങ്ങള് സമൂഹത്തിന് മാതൃകയാണ്. ആ സ്നേഹദാരിദ്ര്യത്തിന് ഒരു പരിധിവരെ പരിഹാരമാണ്. അതുകൊണ്ട് ഈ സ്ഥാപനം ഇതുപോലെ മനോഹരമായി നടത്തുന്ന ഇതിന്റെ എല്ലാ പ്രവർത്തകർക്കും, പ്രത്യേകിച്ച് നമ്മുടെ ഗിൽബർട്ട് ബ്രദറിന്, സുപ്പീരിയർ പ്രൊവിൻഷ്യൽ ജോസ് ചുങ്കത്ത് ബ്രദർ, അങ്ങ് തുടങ്ങിയ എല്ലാവരെയും പ്രത്യേകം ഞാൻ അഭിനന്ദിക്കാം. അപ്പൊ അങ്ങനെയുള്ള സ്നേഹത്തിന്റെ വലിയ ഒരു കരം ഇതിലൂടെ ഈ സമൂഹത്തിന് നേരെ നീട്ടിക്കൊണ്ടിരിക്കുന്ന ഈ സ്ഥാപനം ഇനിയും വളരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, എല്ലാ അനുഗ്രഹങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ട്, ഈ വാർഷികത്തിന്റെ ആശംസകൾ ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. വേദിയിലും സദസ്സിലുമുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ എപ്പോഴത്തെയും പോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നൊക്കെ വെച്ചിട്ട് വരും. പക്ഷെ ഇവരുടെയൊക്കെ മുഖം കാണുമ്പോൾ എനിക്ക് അധികമൊന്നും പറയാൻ പറ്റാറില്ല. പിന്നെ ഇങ്ങനെ നോക്കും, പരിചയമുള്ള മുഖങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. പക്ഷെ അതില് പല മുഖങ്ങളും ഇല്ല ഇപ്പോൾ. അതോടൊപ്പം കുറച്ച് പുതിയ മുഖങ്ങളും കൂടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. പിന്നെ ഒരു സന്തോഷം തോന്നിയിട്ടുള്ളത്, ഇവിടെ അവരെല്ലാവരും സന്തോഷിക്കുന്നവരാണ് എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞതുപോലെ ബ്രദേഴ്സിന്റെ ആ ഒരു സ്നേഹവും, പിന്നെ ചേച്ചിമാരും വിൻസെന്റ് ഏട്ടൻ ഉൾപ്പെടെ എല്ലാവരും ഇവിടെ അങ്ങനെയൊരു അവർക്കൊരു ആരുമില്ല എന്നുള്ള ഒരു തോന്നലില്ലാതെ എന്തിനും ഏതിനും താങ്ങായി തണലായി നിൽക്കുന്നു എന്നുള്ളത് തന്നെ വലിയ സന്തോഷം. ഇവിടെ ഇപ്പോൾ 73 വർഷം എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ ഓർമ്മയിൽ പണ്ട് ബ്രൗൺ കളറിലുള്ള ഉടുപ്പിട്ട് ബ്രദേഴ്സ് വീടുകളിൽ വന്ന് എല്ലാവരും, അതിൽ ഈ നാട്ടില് ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും അവരെ ഒരുപോലെ സ്നേഹിച്ചിരുന്നു, സ്വീകരിച്ചിരുന്നു എന്നുള്ളതാണ്. അതിൻ്റെയൊക്കെ ഒരു സ്നേഹവും ഐശ്വര്യവും ഒക്കെ ഈ സ്ഥലത്ത് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മൾ മാറ്റി നിർത്താൻ പാടില്ല ആരെയും എന്നുള്ള രീതിയിലുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മളെ കുഞ്ഞുങ്ങളെ കൊണ്ടെത്തിക്കാനും കൂടെ ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ വളരെ സഹായിക്കുന്നുണ്ട്. ഈ കുഞ്ഞുങ്ങൾ ഒരിക്കലും അവരുടെ അച്ഛനെയോ അമ്മയോ അല്ലെങ്കിൽ അച്ചാച്ചനെയോ അമ്മൂമ്മയോ ഒന്നും മാറ്റി നിർത്തില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇവിടെ വരുമ്പോൾ അവർ ഒറ്റപ്പെടുകയല്ല, ഇവിടെ അവർക്ക് അവരുടെ കൂടെ ഉണ്ടായിരുന്നവരെക്കാൾ സ്നേഹമുള്ള ഒരു വലിയ കുടുംബത്തിലേക്കാണ് ഇവർ വന്നു ചേർന്നിരിക്കുന്നത് എന്ന്. ഇതിന് നേതൃത്വം കൊടുക്കുന്ന ബ്രദേഴ്സിനെ, അതിന് എല്ലാ താങ്ങും തണലുമായി നിൽക്കുന്ന വികാരച്ചനും ഉൾപ്പെടെ എല്ലാവർക്കും ഒരുപാട് നന്മകൾ ഈശ്വരൻ നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
ഇവിടെ വളരെ സന്തോഷപൂർവ്വം ആഘോഷിച്ചിരിക്കുകയാണ്. ഈ അവസരത്തിൽ നമ്മുടെ ഇവിടുത്തെ എല്ലാ അപ്പൂപ്പന്മാരെയും കഴിഞ്ഞ 73 വർഷക്കാലവും വളരെ സ്നേഹപൂർവ്വം പരിചരിച്ചുകൊണ്ടാണ് ഈ സ്ഥാപനം കടന്നുപോയത്. ഈ അവസരത്തിൽ നമ്മുടെ ഇവിടുത്തെ എല്ലാ അപ്പൂപ്പന്മാർക്കും അവരെ പരിചരിക്കുന്ന ഇവിടുത്തെ എല്ലാ ബ്രദേഴ്സിനും ഈ സ്ഥാപനത്തിനും എല്ലാവിധ ആശംസകളും നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. உலகம் போன போக்கு பாரு கண்ணம பெண்ணாலே டிங்கிரி டிங்காலே தினக்கி டிங்கிரி டிங்காலே உலகம் போன போக்கு பாரு ரோசம பெண்ணாலே സമ്മേളനാധ്യക്ഷൻ ചിന്നമസ്കത്തിൻ്റെ വികാരി ഫാദർ PS ചർപ്പണത്ത്, ഞങ്ങളുടെ മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി സോണിയഗിരി, മലബാർ മിഷൻ പ്രദേശ് പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ജോസ് ചുങ്കത്ത്, പ്രിയ ഈ മാനേജർ ആൻഡ് സുപ്പീരിയർ ഗിൽബർട്ട്, Assistant Superior, Brother Sunny, Brother Gabriel, പ്രിയ സഹോദരി സഹോദരിമാരെ, പ്രിയ സിസ്റ്റേഴ്സ്, മാധവ സേവ എന്നുള്ള വിജ്ഞാനവാക്യം നിങ്ങൾ കേട്ടിരിക്കും. മാനവ സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവര് മനുഷ്യന്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന, മനുഷ്യന്റെ ഉള്ളിൽ കുടികൊള്ളുന്ന ദൈവിക ശക്തിക്ക്, ദൈവിക ചൈതന്യത്തിന് സേവനം ചെയ്യുന്നു. ബൈബിളിൽ മത്തായി സുവിശേഷം 25-ാം അധ്യായം 40 മുതൽ 42 വാക്യങ്ങളിൽ കൂടി യേശു പറയുന്നുണ്ട്, നിങ്ങൾ ഈ എളിയ സഹോദരന്മാരിൽ ഒരുവന് സഹായം ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. 73-ാം വാർഷികം ആഘോഷിക്കുന്ന ഈ പ്രോവിഡൻസ് ഹൗസ് ആതുരാലയം മാനവ സേവനത്തിൽ 73 വർഷം പിന്നിട്ട് 74ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന സുദിനമാണ് ഇന്ന്. ഈ സുദിനത്തില് ആതുര സേവന രംഗത്ത്
ആതുര സേവനത്തിന് ജീവൻ സമർപ്പിച്ച ഈ ആതുരാലയത്തിന്റെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ ജോസഫ് കൊത്തവങ്കയുടെ തിരുനാള് ഇന്ന് കാലത്ത് ആത്മീയമായി ആഘോഷിക്കപ്പെട്ടു. ഇങ്ങനെ മംഗളകരമായ ഒരു സുദിനത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത്. ഈ സുദിനത്തില് ഈ സ്ഥാപനത്തിന്റെ നടത്തിപ്പ് ഉത്തരവാദിത്വം വഹിക്കുന്ന MMD ഒരു മലബാർ മിഷണറി ബ്രദേഴ്സ് എന്ന സന്യാസ സമൂഹത്തിന് രൂപം കൊടുത്ത പരേതനായ മോൺസിഞ്ഞർ സക്രിയാസ് വാഴപ്പള്ളി അച്ഛനെയും പരേതനായ മാർട്ടിൻ മലയക്കൊടി OFM കപ്പുച്ചൻ അച്ഛനെയും അവരോട് സഹകരിച്ച് ഇരിഞ്ഞാലക്കുടയിൽ ഈ ആതുരാലയം പണിതുയർത്തിയ 97 വയസ്സിൽ എത്തി നിൽക്കുന്ന ഈ MMD സന്യാസ സമൂഹത്തിന്റെ മുൻ ജനറാളുമായ നമ്മുടെ സന്നിധിനായിരുന്ന ബ്രദർ ഗബ്രിയേൽ പഴയാറ്റിൽ, അതുപോലെ ഈ സ്ഥാപനത്തിന് സ്ഥലം സംഭാവന ചെയ്ത പരേതനായ ശവലിയർ ഇഞ്ചോണി അയ്യപ്പനെയും ഈ സ്ഥാപനത്തിന്റെ നിലവിലെ മാനേജർ ഗിൽബർട്ട് MMDയെയും അസിസ്റ്റന്റ് മാനേജർ സണ്ണി MMDയെയും ഈ ആതുരാലയത്തിന് ആത്മീയ സേവനം ചെയ്ത് സഹായിക്കുന്ന നമ്മുടെ ഉപതാധ്യക്ഷൻ മാർ പോളി കണ്ണുകാടൻ പിതാവിനെയും ഇവിടെ ആത്മീയ സേവനം ചെയ്ത് കടന്നുപോയ ഇന്നാൽക്കൊണ്ട് രൂപത വൈദികരെയും ഞാൻ ഈ സന്ദർഭത്തിൽ സന്തോഷത്തോടെ സ്മരിക്കുകയാണ്. MMD ബ്രദേഴ്സ് ആതുര സേവനത്തിലൂടെ നമുക്കെല്ലാവർക്കും പ്രാണവായുത്വം നമ്മെ ജീവിപ്പിക്കുന്ന ഈ പ്രപഞ്ചത്തിനും പ്രപഞ്ച ശക്തികൾക്കും ശക്തി കൊടുത്ത് പരിപാലിക്കുന്ന സ്നേഹസമ്പന്നനായ ദൈവത്തിന് വേണ്ടി ജീവിക്കുകയാണ്. പ്രായമായവരെ ഉപേക്ഷിക്കുകയും അവരെ അവഗണിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. തിന്മ ചെയ്ത് നശിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മരണ സംസ്കാര കാലഘട്ടത്തിലാണ് ഞാനും ജീവിക്കുക. ഈ സംസ്കാരം ശക്തി അപ്രത്യക്ഷമാകണമെങ്കിൽ നമ്മൾ നന്മ ചെയ്ത് വളരുകയും മറ്റുള്ളവരെ വളർത്തുവാൻ ശ്രമിക്കുകയും ചെയ്യണം. അങ്ങനെ ഒരു ജീവൻ സംസ്കാരം കെട്ടിപ്പടുക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതുവഴിയായി ഈ കോവിഡ് കാലഘട്ടത്തിന്റെ ദുരിതമനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാനവ സമൂഹത്തെ പ്രത്യാശയുടെയും പുരോഗതിയുടെയും സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും ലോകത്തിലേക്ക് ആനയിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. അതിന് ഈ ആതുരാലയത്തിന്റെ 71ാം വാർഷികം നമുക്ക് ശക്തി പകരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. 2 വാക്കുകൾ മാത്രമേ പറയുന്നുള്ളൂ. ഞങ്ങളുടെ സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിൽ ഏകദേശം 106 സ്ഥാപനങ്ങളോളം ഉണ്ട്. അതിൽ ഏറ്റവും മികച്ച ഒരു സ്ഥാപനമാണ് ഹൗസ് ഓഫ് പ്രോവിഡൻസ്. എനിക്ക് യാതൊരു സംശയമില്ല. കാരണം ഇത്രയും നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഏറ്റവും നല്ലൊരു സ്ഥാപനമാണ്. എല്ലാ ഭാവുകങ്ങളും നേരുന്നു. എല്ലാ അപ്പന്മാരും എന്നും ഞങ്ങളുടെ ഓർമ്മയിലുണ്ട്. എന്തായാലും സന്തോഷം, ഒരുപാട് സന്തോഷമുണ്ട്. ദൈവിക ഭവനത്തില് ഇടയ്ക്കിടയ്ക്ക് വരുവാൻ സാധിക്കുന്നു എന്നുള്ളത് എന്റെ ജീവിതത്തിലെ ഈ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് ആശ്രമത്തിലെ എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ സംഗതി. അപ്പൊ ഇവിടെ വരുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ഡേവിസ് അച്ഛന്റെയും ഗിൽബർട്ട് ബ്രദറിന്റെയും സണ്ണി ബ്രദറിന്റെയും അതുപോലെ തന്നെ ഗബ്രിയേൽ ബ്രദറിന്റെയും സ്നേഹം, ഇവരുടെയൊക്കെ കൂട്ടായ്മ ആസ്വദിക്കാൻ കിട്ടുന്നത് ഭയങ്കര സന്തോഷമാണ്. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം ഇന്ദ്രധനുസിൻ തൂവൽ കൊഴിയും തീരം ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. അടുത്ത് ഞാൻ എഴുതിയൊരു പാട്ടാണ്, മാർക്കോസ് പാടിയ പാട്ടാണ്. അതിന്റെ 4 വരി ഞാൻ പാടാം. സ്വന്തം ഛായയിൽ മനുജനെ മെനഞ്ഞ ദൈവം കുടുംബമായി വാഴാനവന് തൻ തിരുപാലനം നൽകി, കാവലാളായി കൂടെ വസിക്കണേ നാഥ, ഞങ്ങളുടെ കുടുംബത്തെ
നിത്യം കാത്തിടണേ. അപ്പൊ ഈ കുടുംബത്തിൽ, ഈ ഭവനത്തിൽ, ഈ ഈ ദൈവപരിപാലന ഭവനത്തില് കാവലാളായിട്ട് എന്നും ഈശോയുടെ സാന്നിധ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ എനിക്ക് ഇങ്ങനെ അവസരം ലഭിച്ചത് മഹാസന്തോഷം. ഓക്കെ, യു കണ്ടിന്യൂ. വർഷം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഈ സ്ഥാപനത്തിനും മറ്റുള്ള എല്ലാവർക്കും, അന്തേവാസികൾക്ക് എല്ലാവർക്കും ദൈവത്തിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഫ്രറ്റേണിറ്റി സംഘടനയുടെ എല്ലാവരുടെ പേരിലും പ്രാർത്ഥനയും ആശംസ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. വേദിയിലും സദസ്സിലുമായി ഈ യോഗത്തെ അലങ്കരിച്ച മാന്യ വ്യക്തികളെ, സ്നേഹബഹുമാന ഫാദേഴ്സ്, പ്രിയ ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, മറ്റ് സഹോദരങ്ങളെ, കുട്ടികളെ, സേവനത്തിന്റെ 73 വർഷം പിന്നിട്ട ഈ സ്ഥാപനത്തിന്റെ വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി ഈ വിവിധ പരിപാടികളുടെ സമാപ്തി കുറിച്ചുകൊണ്ട് നന്ദി പ്രകാശിപ്പിക്കാനായി ഞാനിവിടെ ആയിരിക്കുമ്പോൾ ചുമലില്ലാതെ ചിത്രം എഴുതാൻ ആകില്ല എന്ന് പറഞ്ഞ കണക്ക് ഇത്തരത്തിലുള്ള ഒരു സ്ഥാപനം സ്വപ്നം കണ്ട് അതിനായി യത്നിച്ച് കഠിന പരിശ്രമത്തിലൂടെ അതിനെ സാക്ഷാത്കരിച്ച പുണ്യചരിതൻ മോൺസിഞ്ഞൂർ സക്രിയാസ് വാഴപ്പള്ളി അച്ഛനെ സ്നേഹാദരവോടും നന്ദിയോടും കൂടെ സ്മരിക്കുന്നു. ധന്യപദവിയിലേക്ക് അച്ഛൻ ഉയർത്തപ്പെടട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം, അതിനായി ആശിക്കാം. സക്രിയാസ് അച്ഛന്റെ ഈ സംരംഭത്തെ ഇന്നും നിലനിർത്തിക്കൊണ്ടുപോകുന്ന മലബാർ മിഷണറി ബ്രദേഴ്സിന്റെ ജനറൽ വെരി റവറൻ ബാസ്റ്റൻ കാര്യവേലിനെ ഇന്ന് ആമുഖ പ്രസംഗത്തിലൂടെ ഈ സ്ഥാപനത്തിന്റെ വിവിധ പ്രവർത്തനങ്ങളെ പറ്റി നമുക്ക് മനസ്സിലാക്കി തന്ന വെരി റവറൻ ബ്രദർ ജോസ് ചുങ്കത്തെയും ഈ സമൂഹത്തിന്റെ പേരിൽ ഏറെ ആത്മാർത്ഥതയോടുകൂടി നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഇന്ന് ആഘോഷമായ ദിവ്യബലിയിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ച മാർ പോളിക്കണ്ടുക്കടൻ പിതാവിനെയും സഹകാർമ്മികരെയും ഈ ദിനങ്ങളിൽ ബലിയർപ്പിച്ച എല്ലാ അച്ഛന്മാരെയും ഈ സ്ഥാപനത്തിന്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. ഇന്ന് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായി ഇവിടെ എത്തിച്ചേർന്നത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന ഡോക്ടർ ആർ ബിന്ദു അവർകളാണ്. അധ്യക്ഷപദം അലങ്കരിച്ച് ഇവിടെ ആയിരുന്നത് സെന്റ് തോമസ് കത്തീഡ്രൽ ഇടവക വികാരി പയസ് ചർപ്പണത്തച്ഛനാണ്. അച്ഛനും കൊച്ചച്ഛന്മാരും ഈ സ്ഥാപനത്തെ ഏറെ സഹകരിച്ച് പ്രവർത്തിക്കാൻ താല്പര്യം കാണിക്കുന്നവരാണ്. ഇരിഞ്ഞാലക്കുട നഗരസഭ മുനിസിപ്പൽ ചെയർപേഴ്സൺ സോണിയാഗിരി അവർകളാണ് പ്രായമായ അപ്പച്ചന്മാരെ ആദരിച്ച് ഈ സ്ഥാപനത്തിനോടുള്ള മമത പുലർത്തുന്നത് ഇവിടെ രേഖപ്പെടുത്തിയത്. ഇവിടെയുള്ള പല അച്ഛന്മാരെയും അവർക്ക് സുപരിചിതവുമാണ്, അപ്പച്ചന്മാർക്ക് തിരിച്ചും അതുപോലെ തന്നെ. ഈ ഭവനത്തിന്റെ ചാപ്ലിൻ റവൻ ഫാദർ ഡേവിസ് മാളേക്കൽ അനുഗ്രഹ പ്രഭാഷണത്തിലൂടെ ഏവരെയും പ്രബുദ്ധരാക്കി. ഇന്നത്തെ ഈ പരിപാടിയുടെ വിജയത്തിനായി ആദ്യാവസാനം അച്ഛൻ പ്രയത്നിച്ചു വരികയായിരുന്നു. ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച വാർഡ് കൗൺസിലർ ശ്രീ അവിനാഷ് OS, അതുപോലെ തന്നെ ഓർഫനേജ് കൗൺസിലർ സാമൂഹ്യനീതി വകുപ്പിന്റെ ധന്യ അബീഷ്, ഫ്രട്ടേണിറ്റി പ്രസിഡന്റ് വിൻസെന്റ് ചക്കാലിക്കൽ എന്നിവരുടെ നല്ല വാക്കുകൾ നന്ദിയോടെ സ്മരിക്കുന്നു. ഈ സ്ഥാപനത്തിന്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. യോഗത്തിലേക്ക് തന്നെ സ്വാഗതം ആശംസിച്ച ഈ ഭവനത്തിന്റെ മാനേജർ റവറൻ ഗിൽബർട്ട് കടശ്ശേരി, റിപ്പോർട്ട് അവതരിപ്പിച്ച അസിസ്റ്റന്റ് മാനേജർ റവറൻ സണ്ണി പള്ളിപ്പുറത്തുകാരൻ എന്നിവരാണ്. ഏവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ യോഗം മനോഹരമാക്കാൻ സഹായിച്ച ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നടനമാടാൻ വരികയോ ദേവി, നടനമാടാൻ വരികയോ, എന്നെ വിളിച്ചുണർത്താൻ പ്രിയദർശിനി വികാരവതിയായി വരികയോ, വീണ്ടും വരികയോ, മദാലഭയാമിനി
ഒരു രാസലീലാലോലയെ പോലെ മദാരസയാമിനി ഒരു രാസലീലാലോലയെ പോലെ വരുമ്പോഴും യമുനയിൽ നീന്തിയോ മനോരഥ ഒരു ക്ഷീരധാ